അതേപോലെ ദാസേട്ടനും വൈഫും തെറ്റി. വൈഫും രേണുവിനെ തല്ലി. എങ്ങനെ തെറ്റാതിരിക്കും? കാരണം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വരുന്ന റീൽസ് ഇങ്ങനത്തെയൊക്കെ അല്ലയോ? എന്തായാലും ദാസേട്ടോ മണ്ണും ചാരിയതും പെണ്ണിനെയും കൊണ്ട് ഇനി ദാസേട്ടൻ ആരെയും നടിയാക്കി അഭിനയിപ്പിക്കും. നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം ഇത്രയും ഒരു ഷോർട്ട് ഫിലിമോ ആൽബം വരെ, അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആൽബത്തിന് തൊട്ട് മുമ്പുള്ള ആൽബം വരെ രേണു ആൻറ്റിക്ക് ദാസേട്ടനെയും പ്രതീക്ഷേട്ടയെയും മതിയായിരുന്നു. പക്ഷെ ഇപ്പം ഈ ഒരു ആൽബത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനാണെങ്കിൽ ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് രേണുസുധിയുടെ ഇഷ്ടംപോലെ റീൽസ് ഇപ്പം നടന്നു പോകുന്ന ആൽബത്തിനെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുക. എല്ലാവരുടെയും റീൽസ് ഫീഡ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന റീൽസ് അത് തന്നെ ആയിരിക്കണം. പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയം രേണുസുധിയായിരുന്നു. പക്ഷേ ഒരു നാണയത്തിന് രണ്ട് വശമുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ രേണുസുധിയെ മാത്രം എടുത്ത് വെച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവത്തില്ലല്ലോ. കാരണം എന്ന് പറയുമ്പോൾ രേണുസുധി ഒറ്റയ്ക്കല്ല അവിടെ അഭിനയിക്കുന്നത്. എന്നാലും സ്വയമായിട്ട് ആക്ടേഴ്സ് എന്ന് മുദ്രകുത്തി നടക്കുന്ന കുറച്ച് പേരും ഉണ്ട്. അവരെ ഞാൻ മറന്നെന്നാ വിചാരിച്ചത്. ദാസേട്ടാ ഹായ്, വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്തൊക്കെയാണെങ്കിലും ദാസേട്ടനാണ് ഇപ്പൊ ചർച്ചാ വിഷയം കേട്ടോ. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ദാസേട്ടനെ മാത്രമേ ഈ വീഡിയോയിൽ ഓർക്കുന്നുള്ളെന്ന്. അല്ലല്ല, പ്രതീക്ഷേട്ടനെ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എന്ന് പറയുമ്പം പ്രതീക്ഷേട്ടനെ ഞാൻ തമ്പി ഒരു ഇതുണ്ട്. കാരണം എന്ന് പറയുമ്പോൾ ഞാൻ തുടക്കത്തിൽ രേണുസുധി എടുത്തു വെച്ച് റോസ്റ്റ് ചെയ്യുമ്പോൾ പോലും പ്രതീക്ഷേട്ടനെ മറന്നിട്ടില്ല. അതേകൂട്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ പ്രതീക്ഷേട്ടനെ മറക്കുന്നില്ല. ഇടയ്ക്ക് വെച്ച് പ്രതീക്ഷേട്ടനുള്ളത് ഞാൻ തരാം. പക്ഷേ ഇപ്പോഴാണെങ്കിൽ രേണു ആൻറ്റി ആണെങ്കിൽ കുറേ തെറിവുകൾ സോഷ്യൽ മീഡിയയിൽ വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുക. ഒരു ആൽബത്തിന്റെ പേര് ആഴ്ചയിൽ വരെ തിരിഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുക രേണു ആൻറ്റി. അതിന്റെ കൂടെ തെറിവിളി ഒറ്റയ്ക്ക് കേട്ട് മതിയായിട്ട് പുതിയൊരാളെ കൂടെ രംഗപ്രവേശനം ചെയ്യിപ്പിച്ചിട്ടുണ്ട് രേണു ആൻറ്റി ഇവിടെ. അതെ, നമ്മുടെ സ്വന്തം ദാസേട്ടൻ. രേണു ആൻറ്റിയെ കുറ്റം പറഞ്ഞ് റിയാക്ഷൻ വീഡിയോ ഇട്ടവരെയും അതേകൂട്ട് തന്നെ ദാസേട്ടനെ കുറ്റം പറഞ്ഞ് വീഡിയോ ഇട്ടവരെയും എല്ലാവരെയും നല്ല മറുപടി, ചുട്ട മറുപടി കൂടെ തന്നെ ദാസേട്ടൻ റിപ്ലൈ കൊടുത്തുകൊണ്ട് രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ദാസേട്ടൻ റീൽസ് ചെയ്യുന്ന വീഡിയോ തുടങ്ങാം. നോക്കിക്കോ. ദാസേട്ടൻ നല്ല റൊമാൻറ്റിക് ആയിട്ട് നോക്കും. കാരണം എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് സൂപ്പർ സ്റ്റാർ നെല്ലി പറഞ്ഞുകൊണ്ട് നടക്കുന്നേ. എന്തായാലും ദാസേട്ടനോട് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പം ഇതുകൊണ്ട് തന്നെ തുടർന്ന് പൊക്കോണ്ടിരുന്നു കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിമിൽ നിന്നാലും തെങ്ങ് കയറി ചേട്ടന് ജീവിക്കാൻ കേട്ടോ. അല്ല ദാസേട്ടൻ ഈ ഷോർട്ട് ഫിലിമിനും ആൽബത്തിനും ഒക്കെ മുമ്പ് തെങ്ങേറ്റുമായിരുന്ന ജോലി. അല്ല, കയറി പോകുന്ന കാണുമ്പോൾ പ്രൊഫഷണൽ തെങ്ങേറ്റക്കാർ പോലും ഇങ്ങനെ കയറി പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അതോ ഇനി കള്ളതിന്റെ മേളിലുണ്ടെന്ന് ഇമാജിൻ ചെയ്ത് കയറി പോകുന്നതാണോ? അത്രയ്ക്ക് പ്രൊഫഷണലായിട്ടാണ് കയറി പോകുന്നത്. അതോ ഇനി രേണു ആൻറ്റിയുടെ കൂടെ അഭിനയിക്കാൻ വേണ്ടി മാത്രമായിട്ട് തെങ്ങേറ്റം പഠിച്ചതാണോ? എന്തായാലും നല്ല വളരെ മനോഹരമായിട്ട് തന്നെ തെങ്ങ് കയറി പോകുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ലേ, ഷോർട്ട് ഫിലിമോ ആൽബം ഒക്കെ എന്തായാലും തെങ്ങ് കയറി ജീവിക്കാൻ കയറി പോക്കോ കേട്ടോ. ഞങ്ങളുണ്ട് കൂടെ. എന്തായാലും ഇനിയിപ്പോൾ ദാസേട്ടൻ തെങ്ങി കയറി കഷ്ടപ്പെടേണ്ട. ആൾക്കാരെല്ലാം കൂടെ ഏറി കയറ്റിക്കൊണ്ടിരിക്കുമല്ലയോ. മിണ്ടാതെ അവിടെ കാണി ഇരുന്ന് വല്ല ആൽബം അഭിനയിച്ചിട്ട് വീട്ടിൽ പോകുന്നതിന്റെ പകരം രേണു ആൻറ്റിയെ പിടിച്ചിട്ട് സപ്പോർട്ടും ചെയ്ത് അങ്ങ് വീഡിയോ ആക്കിയിട്ട് വലിയ റിയാക്ഷൻ ചാനൽസിനെ പോയി കിടന്ന് മാന്താനും ചെറിയാനും നിന്ന് കഴിഞ്ഞാൽ ഇതേ കൂട്ട് തന്നെ AF-നനുസരിച്ച് കിട്ടും. അല്ല, ദാസേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം എന്ന് പറയുമ്പം രേണു ആൻറ്റി ആണെങ്കിൽ അവിടെ ഭാര്യ അങ്ങ് സ്നേഹം കൊടുക്കുമല്ലയോ. കാരണം എന്ന് പറയുമ്പം ഋതപ്പിന് കൊടുക്കാത്ത സ്നേഹം ആ ദാസേട്ടനും അതേകൂട്ട് തന്നെ രേണു ആൻറ്റിയുടെ കൂടെ അഭിനയിക്കുന്ന സഹപ്രവർത്തകർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളിത് കാണണം. എല്ലാ ചേട്ടന്മാർക്കും കൊടുക്കുന്നുണ്ട്. നോക്കി ദാച്ചേട്ടനും കൊടുക്കുന്നുണ്ട്. എല്ലാരും പറഞ്ഞായിരുന്നു പണ്ടൊക്കെ ദാച്ചേട്ടൻ ഭയങ്കര അങ്ങ് ബോഡി ബിൽഡർ ആയിരുന്നല്ലോ, ഭയങ്കര സിക്സ് പാക്ക് സംഭവങ്ങളും ഒക്കെ ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ ദാച്ചേട്ടന് ഭയങ്കരമായിട്ട് കൊടവേറെ ചാടി. എങ്ങനെയാ ചാടാതിരിക്കുന്നത്? ഇതേകൂട്ട് ഉരുള ഉരുട്ടി അങ്ങ് കൊടുക്കുമല്ലേ രേണു ആൻറ്റി. എന്തായാലും കൊള്ളാൻ കേട്ടോ, വീട്ടിൽ കിട്ടാത്ത ഉരുളയാ ഇപ്പൊ നാട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ ചാടാതിരിക്കും? ദാസേട്ടൻ ഭയങ്കര ഭാഗ്യവാൻ തന്നെ. എന്തായാലും കൊള്ളാം. ഒരു റീൽസും കൂടെ കണ്ടു നോക്കാം. നോക്കിക്കോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. തെറ്റി രേണുവിനെ പോയി തല്ലി എന്റെ ഭാര്യ, എന്തൊക്കെ അസംബന്ധങ്ങളാണ് പറഞ്ഞത്. പിന്നെ അയാൾ മറ്റു യൂട്യൂബേഴ്സിന്റെ സുഹൃത്തുക്കള് അന്വേഷണ സമയത്ത് ഇവനെന്താ കാര്യമായി. ഇവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ നാണമുണ്ടോ? അത് പിന്നെ ഇല്ലെന്നറിയാം, എങ്കിൽ പോലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സുധിച്ചേട്ടൻ മരിച്ച ഒരു വാർഷികത്തിന് അവിടെ വന്ന് ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ കോലാഹലം ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയ കൂടെ കണ്ടിട്ടുള്ളത് തന്നെ. ഡാൻസ്, പാട്ട്, പ്രോഗ്രാംസ് എന്തൊക്കെയാ അവിടെ കാട്ടിക്കൂട്ടിയേ. കുറച്ച് ബോധം അടുത്തൂടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും അത് കാണിക്കത്തില്ല. ഇനി ഇതൊന്നും പോരാതെ ഈ ആൽബത്തിൽ വന്നു കിടന്ന് ഞങ്ങളെ ആരെയും വെറുപ്പിക്കുന്ന പോരാതെ നിത്യതയിൽ ഇരിക്കുന്ന അതൊരു സുധിച്ചേട്ടന്റെ ഫോട്ടോയുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് എല്ലാം കൂടെ കുത്തിയിരിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നില്ല. കുറച്ച് സമാധാനം ആ സുധിച്ചേട്ടനെങ്കിലും ഒന്ന് കൊടുത്തൂടെ? എന്റെ പൊന്ന് രേണു ആൻറ്റി കുറച്ചെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടു. അതെങ്ങനെ? അതിനെങ്കിലും കുറച്ച് ബോധം വേണ്ട. അതും ഇല്ല. എന്തായാലും കൊള്ളാം, അവിടെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ബോധമുള്ള ഒരാൾ പോലും ഇല്ലെന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. എന്തായാലും ബാക്കി കേൾക്കട്ടെ. ദാസേട്ടനും വൈഫും തെറ്റി.
അവന്റെ വൈഫ് രേണുവിനെ തല്ലി ഒരു മലരൻ യൂട്യൂബർ, അവന്റെ പേര് ഞാൻ പറയും, അവന്റെ പേര് പറഞ്ഞാൽ അവൻ രക്ഷപ്പെടും. വേണ്ട, രക്ഷപ്പെടണ്ട. ഇട്ട സാധനമാണ്. വേറെ നമ്മള് ആൽബത്തിൽ അഭിനയിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാ. പക്ഷെ ഇതുപോലെ ഒന്നും സംഭവിക്കാത്ത കാര്യങ്ങളെ പറ്റി സംഭവിക്കാന്ന് പറയുന്ന സമയത്ത് ഈ പേര് പറഞ്ഞാൽ പോരാ ആൾക്കാർ. അല്ലല്ല, നിൽക്കി അവിടെ നിർത്തിയിട്ട് രേണു ആന്റി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ ഒന്ന് കേൾപ്പിച്ചേരാ, ശ്രദ്ധിച്ച് കേട്ടോണം, പിന്നെ കേൾക്കാൻ ഒക്കത്തില്ല. ഇട്ട സാധനമാണ്. ദാസേട്ടന്റെ വൈഫിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ലെന്ന്. പക്ഷെ ദാസേട്ടന്റെ വൈഫ് രേണു ആന്റിയും ദാസേട്ടനും തമ്മിലുള്ള വീഡിയോസ് മൊത്തവും വീട്ടിലിരുന്ന് കുത്തിയിരുന്ന് കാണുന്നുണ്ട് രേണു ആന്റി. അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ, ഫ്രണ്ടിലെങ്ങും പോയി നിന്നേക്കല്ലേ. പിന്നെ ഇതൊന്നും ഞങ്ങളാരും കണ്ടിട്ടില്ല. പിന്നെ ദാസേട്ടൻ തന്നെ സ്വന്തമായിട്ട് വന്ന് സോഷ്യൽ മീഡിയ ആയിരക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു മീഡിയയുടെ ഫ്രണ്ടിൽ വന്നിരുന്നെങ്കിൽ പറയുക ദാസേട്ടന് ഭാര്യയും തെറ്റി. ഇനി അതും പൊക്കി പിടിച്ചോണ്ട് റിയാക്ഷൻ ചാനൽസ് വീഡിയോ ചെയ്യുമ്പോൾ അതിനെ പ്രതികരിച്ച് പിന്നെയും വന്ന് കിടന്ന് റീച്ച് വാരാൻ വേണ്ടിയാ. അതുകൂടാതെ അതിനകത്ത് വേറൊരു സ്റ്റേറ്റ്മെന്റും കൂടെ പറയുന്നുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഇവിടെ ദാസേട്ടനും വൈഫും തെറ്റി. അവന്റെ വൈഫ് രേണുവിനെ തല്ലി ഒരു മലരൻ യൂട്യൂബർ, അവന്റെ പേര് ഞാൻ പറയും, അവന്റെ പേര് പറഞ്ഞാൽ അവൻ രക്ഷപ്പെടും. ആരെ കുറിച്ച് ദാസേട്ടനോട് വിശദീകരിക്കുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ. എന്തായാലും അവിടെ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അവരുടെ പേര് പറയത്തില്ല, കാരണം അവരങ്ങ് വൈറലായി പോകുന്നു. ഈ റിയാക്ഷൻ വീഡിയോസ് ഇല്ലെങ്കിൽ ദാസേട്ടനെയൊക്കെ ആർക്കറിയാം. ടിക്ടോക്കിൽ കൂടെ വന്ന ഒരാളാണ് ദാസേട്ടൻ. ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും കേട്ട് ഇങ്ങനെയൊക്കെ വന്ന് തെരുവിളികൾക്ക് ഇഷ്ടംപോലെ ദാസേട്ടൻ കേട്ടിട്ടുണ്ടെന്നൊക്കെ നമുക്കറിയാം. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കും ഇഷ്ടംപോലെ തെരുവിളികൾ. അതും പോലെ ഈ റിയാക്ഷൻ ചാനൽസ് റിയാക്ട് ചെയ്താൽ ദാസേട്ടൻ്റെ മുഖം പുതിയതായിട്ടുള്ള ആൾക്കാരെല്ലാവരും കണ്ടു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ ചാനൽ അങ്ങ് വൈറലായി പോകുമെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോ ഉദ്ദേശിക്കുന്നത്. കേൾക്കുന്നവർക്കും കൂടെ തല വരുത്തും. എന്തായാലും നമുക്കിനി പറഞ്ഞു വരുമ്പോൾ പ്രതീക്ഷേട്ടനിലോട്ടും കൂടെ പോകേണ്ടിയിരിക്കുന്നു. കാരണം എന്ന് പറയുമ്പോൾ ദാസേട്ടനെ കൊണ്ട് മാത്രം ഒതുക്കാൻ ഒക്കത്തില്ല. പ്രതീക്ഷേട്ടാ നമസ്കാരം. എന്തായാലും പ്രതീക്ഷേട്ടൻ്റെ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് പ്രതീക്ഷേട്ടനിലോട്ട് ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങി വരാം. ആ പുഞ്ചിരിയൊക്കെ ശ്രദ്ധിച്ചു നോക്കിയേ, എന്ത് ക്ലോസപ്പിന്റെ പരസ്യമോ ഇല്ല. പണ്ടില്ല ആൾക്കാർ പറയുന്ന കൂട്ടി എലി പുന്തല്ലി വേണ്ട അവസ്ഥയാ പ്രതീക്ഷേട്ടന്റെ. നോക്കിക്കോണേ. എന്തായാലും നമുക്ക് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ ആ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ പ്രതീക്ഷേട്ടന്. കാരണം എന്ന് പറയുമ്പം പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഈ രേണു ആന്റിയുടെ മെയിൻ കോംബോ ആയിരുന്നു പ്രതീക്ഷേട്ടൻ. ഇപ്പോഴാണെങ്കിൽ പ്രതീക്ഷേട്ടനെ സിംഗിളായിട്ട് ഒരു ആൽബത്തിലും ഷോർട്ട് ഫിലിമിലും ഒന്നും വിളിക്കുന്നില്ല. 3 പേരായിട്ട് കോംബോ 3-in-1 ഓഫർ മാതിരിയാ ഈ ഷോർട്ട് ഫിലിമും ആൽബംസും സംഭവങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷേട്ടന്റെ വിലയില്ല. ഇപ്പൊ ദാസേട്ടനെ മതി രേണു ആന്റിക്ക്. കണ്ടില്ലേ, ദാസേട്ടനെ ഉരുള വാരി കൊടുക്കത്തുള്ളൂ, ചോറ് വാരി കൊടുക്കത്തുള്ളൂ. എന്തായാലും അതൊന്നും കൂടാതെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം ഇത്രയും ഒരു ഷോർട്ട് ഫിലിമോ ആൽബം വരെ, അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആൽബത്തിന് തൊട്ട് മുമ്പുള്ള ആൽബം വരെ രേണു ആന്റിക്ക് ദാസേട്ടനെയും പ്രതീക്ഷേട്ടായെയും മതിയായിരുന്നു. പക്ഷെ ഇപ്പം ഈ ഒരു ആൽബത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന പുതിയൊരു വനമാലയും കൂടെ വന്നെത്തിയിരിക്കുകയാണ് രേണു ആന്റിയുടെ കൂടെ അഭിനയിക്കാൻ വേണ്ടി. എന്തായാലും നമുക്ക് ആ ഒരു വ്യക്തിയുടെ വീഡിയോയും കൂടെ കണ്ടു നോക്കാം. ഒരു ചിരി കൊടുത്തോട്ടോ, ഒരു ചിരി കൊടുത്തോ രേണു ചേച്ചി. ഒരു ചേട്ടനൊരു ചിരി കൊടുത്തേ. ആ ചേട്ടനും ചേർത്ത് പിടിച്ചോ. ആ ചേർത്തങ്ങോട്ട് പിടിക്കേ. എന്റെ പൊന്ന് ഡയറക്ടറെ വെച്ച് ഒന്ന് ചേർത്ത് പിടിപ്പിച്ചത് മതിയായില്ലയോ? ഷോടാ. എന്തായാലും ദാസേട്ടോ മണ്ണും ചാരിയതും പെണ്ണിനെയും കൊണ്ട് ഇനി ദാസേട്ടൻ ആരെയും നടിയാക്കി അഭിനയിപ്പിക്കും. ഇനി എന്ത് ചെയ്യും? പാവമാണെങ്കിൽ തെങ്ങ് വരെ കയറി നോക്കി രേണു ആന്റിയുടെ നടനാവാൻ വേണ്ടി. ഒന്നും നടന്നില്ല. അതുകൊണ്ട് ഇപ്പൊ മണ്ണും ചാരിയതും പെണ്ണിനെയും കൊണ്ട് ഒരു റോളും ഇല്ലാത്ത ആളായി ഇപ്പൊ രേണു ആന്റിയെ കല്യാണം കഴിച്ചേക്കുന്നത് ഇവിടെ. ഇതെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ രേണു ആന്റിയും മറന്നുപോയെന്ന് ആരും വിചാരിക്കല്ലേ. കാരണം എന്ന് പറയുമ്പോൾ ഇത്രയും വീഡിയോ ഇടുമ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ രേണു ആന്റിയെ പറ്റി ഇട്ടില്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം ഉറക്കവും വരത്തില്ല, പിന്നെ ഒരു സമാധാനവും കാണത്തില്ല. പിന്നെ എനിക്ക് നെഗറ്റീവ് കമന്റ്സ് അയക്കുന്ന എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ രേണു ആന്റിയെ വിറ്റ് കഞ്ഞി കുടിച്ച് പോവാന്ന്. യഥാർത്ഥത്തിൽ ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയുമ്പോൾ രേണു ആന്റി എന്നെ വെച്ച് കഞ്ഞി കുടിച്ച് പോവുക. അതുകൊണ്ട് തന്നെ എന്നെ പോലെ തന്നെ റിയാക്ഷൻ ചാനൽ ചെയ്ത് എല്ലാവരും വെച്ച് കഞ്ഞി കുടിച്ചോണ്ട് പോകുക. അതുകൊണ്ട് തന്നെ ഞാൻ ദിവസം ഒരു വീഡിയോ എങ്കിലും രേണു ആന്റിയെ പറ്റി ഇടും. പിന്നെ പ്രതീക്ഷേട്ട ദാസേട്ട നിങ്ങളെ രണ്ടുപേരെ ഞാൻ മറന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ടേ ഇരിക്കാം. കാരണം എന്ന് പറയുമ്പോൾ അഭിനയം അത്രയ്ക്ക് മികച്ച അഭിനയം അല്ലേ, പിന്നെ എങ്ങനെ തരാതിരിക്കും? പിന്നെ നിങ്ങളുടെ ഒരു ഡയറക്ടർ അവരെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഞാൻ അവരെ വിട്ടുപോയെന്നൊന്നും വിചാരിക്കേണ്ട. എന്തായാലും അവർക്കുള്ള നല്ല രീതിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ പുറകെ കിടന്ന് കളിക്കുന്നത് അവർ തന്നെ. കാരണം എന്ന് പറയുമ്പം ഇവരെ വെച്ചങ്ങ് മുതലാക്കി അവരവരുടെ ആൽബത്തിന് അങ്ങ് പ്രൊമോഷൻ കയറ്റിക്കൊണ്ടിരിക്കും. ഇവർ മൂന്ന് പേരല്ല, ഇവർ 4 പേരും അത് മനസ്സിലാക്കാതെ അങ്ങ് അഭിനയിച്ച് മെഴുകുകയും ചെയ്യും. പിന്നെ രേണു ആന്റിയെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം എന്ന് പറയുമ്പോൾ എല്ലാ ഷോർട്ട് ഫിലിമിലും എല്ലാ ആൽബത്തിലും ഒരേ എക്സ്പ്രഷൻ തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ഒന്ന് മാറ്റി പിടിച്ചുകൂടെ എന്റെ രേണു ആന്റി? എന്തായാലും ഈ ആൽബം അടുത്തൊന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇനിയും കാണാം ദാസേട്ടാ. എല്ലാത്തിനും അതിൻ്റെതായ സമയം ഉണ്ടല്ലോ ദാസ എന്ന് പറഞ്ഞത് കൂട്ട് തന്നെ. പിന്നെ പ്രതീക്ഷേട്ടാ എന്താ വിജയം നമ്മളിങ്ങനെ. എന്തായാലും ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. കാരണം എന്ന് പറയുമ്പോൾ എല്ലാ വീഡിയോയിലും രേണു ആന്റിയെ മാത്രം കൊട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ രേണു ആന്റിക്ക് മാത്രമേ വയറ് നിറയത്തുള്ളൂ. എല്ലാവരും ഇവിടെ വിശന്നിരിക്കുവാന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഓവർ ആക്ഷൻ വെച്ച് എനിക്ക് ഓടിച്ചെടുക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മെയിനായിട്ടുള്ള ആക്ടേഴ്സ് എന്ന് മുദ്രകുത്തി നടക്കുന്ന ഈ 3 പേരെ എടുത്ത് ഇന്ന് പ്രത്യേകിച്ച് റോസ്റ്റ് ചെയ്യാനുള്ള കാരണം. എന്തായാലും ഡയറക്ടറിനുള്ളത് ഞാൻ കൊടുത്തോളാം. സമയം കിടക്കുമല്ലോ, ഇനി ഷൂട്ടിംഗ് തീരാനും സമയമുണ്ട്, അതുകൊണ്ട് തന്നെ ആൽബം റിലീസ് ആവാനും സമയമുണ്ട്. എന്തായാലും വയറ് നിറച്ച് തന്നോളാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ചെയ്തേക്കാം, സബ്സ്ക്രൈബും ചെയ്തേക്കാം, ഹൈപ്പിലും ഞെക്കിയേക്കാം. നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തേക്കാം. അപ്പം നല്ലൊരു കണ്ടന്റ് ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെല്ലാവർക്കും ബൈ.